കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള തുടരുക. ഇപ്പോൾ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ വി ജോയ് MLA നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി ജോയ് MLA, ഇപ്പോൾ ഒരു കൗൺസിലറുടെ മരണം അത് ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നു. ഒരു ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ BJP-ക്കെതിരെ ഈ സർവീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടോ മറ്റോ ആരോപണമുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട്? ഈ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു സഹകരണ സംഘം പ്രവർത്തിച്ചിരുന്നു. അവിടെ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പണം നിക്ഷേപിച്ചവര് പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കന്മാർ തന്നെ അവിടുന്ന് വലിയ തോതിൽ ലോൺ എടുത്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പുറത്തുനിന്ന് കിട്ടുന്ന വിവരം അങ്ങനെയാണ്. അപ്പൊ ആ ബാങ്ക് പൊളിയാനുണ്ടായ സാഹചര്യവും അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആരും സംരക്ഷിക്കാനില്ല എന്നുള്ളത് ബോധ്യം വന്നിട്ടാണ് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. BJP-യുടെ കൗൺസിലർമാരിൽ മിക്കവാറും എല്ലാവരും വിവിധ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അത് ഏത് കൗൺസിലറെ എടുത്ത് പരിശോധിച്ചാലും ഇത്തരം ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ ഇപ്പോ അനിലിന്റെ ആത്മഹത്യ BJP-യെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ വി ജോയ് MLA. ഇപ്പോൾ നമുക്ക് അവിടെ